കുറേ നാളായിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു കാരമൽ പുഡിംഗ് ആക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. സംഭവം ഞാൻ വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെയല്ലേ കാരമൽ പുഡിംഗ് ഉണ്ടാക്കാം? എനിക്കൊരു ഡൗട്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയൂ. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ കാരമൽ പുഡിംഗ്, ഞാൻ എങ്ങനെയാണ് കാരമൽ പുഡിംഗ് ഉണ്ടാക്കിയതും അതുപോലെ തന്നെ മുറിച്ചതും തിന്നതും ആയ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നോക്കിയേ, പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനാട്ട വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര. നമ്മൾ കേക്കിനൊക്കെ കാരമലൈസ് ചെയ്യില്ലേ, കേക്കിനല്ല പായസത്തിനൊക്കെ കാരമൽ ചെയ്യില്ലേ, വെള്ളമൊന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇളക്കിക്കോ നന്നായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും പഞ്ചസാരയെ കാരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് അതിനൊന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ പഞ്ചസാര ഇന്നിട്ട് എടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ സംഭവം എങ്ങനെയാണെന്നൊക്കെ അറിയില്ലേ? അപ്പോൾ ഇവിടെ ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. കൈ വിടാണ്ട് അങ്ങോട്ട് ഇളക്കാം. ഇളക്ക് അധികം ഇളക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരേ സൈഡിൽ നിന്ന് കരിച്ചിൽ വരും. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നോക്കി ഇളക്കി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ചോപ്പിക്കണ്ട കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് ചോപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലത്തെ പുഡിങ്ങിൻ്റെ മേലത്തെ ഇതില്ലേ, അതൊരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ. അത് ഓൾറെഡി അതിൽ കിടന്ന് ഇത്തിരി കളർ വന്നോളും. എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത്തിരി വലിയ ടീസ്പൂണും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ വലിയ ആവേശത്തിൽ ഒരു ചെറിയ ടീസ്പൂൺ എടുത്തു. സംഭവം നല്ല ഹീറ്റും കാര്യങ്ങളും വന്നപ്പോൾ കൈയൊക്കെ ഫുള്ളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വക വയ്ക്കാണ്ട് നമുക്ക് നന്നായിട്ട് പഞ്ചസാരേനെ കാരമലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, കരിഞ്ഞു പോകും. അതിന് മുന്നേ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. പിന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ട്രേയാണ്. ഞാനൊരു വട്ടം കേക്ക് ഉണ്ടാക്കിയിട്ട് അത് കരിഞ്ഞു പോയി. അത് കാരണമായിട്ട് ആ സൈഡ് അപ്പുറമൊക്കെ ഇങ്ങനെ ഒരു കരിഞ്ഞൊരു ഫീൽ ഇരിക്കുന്നത്. കഴുകാണ്ടൊന്നുമല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നോക്കിയേ, വേഗം തന്നെ ആക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒഴിച്ചിതാക്കണം. എന്ന് വെച്ചാൽ നമ്മൾ തണുത്ത പാത്രത്തേക്കല്ല ഒഴിക്കുന്നത്. പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കട്ട പിടിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നേരെ തന്നെ നമ്മൾ വേഗം അതിനെ ഗ്യാസുമ്മൽ ഒരു ചെറിയ ഫ്ലെയിമിൽ ഓൺ ചെയ്തിട്ട് ഈ പാത്രം അടക്കം വയ്ക്കുക. എന്നിട്ട് ഈ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലല്ലോ, ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം കേട്ടോ. അപ്പോൾ നോക്കിയാൽ അതേപോലെ ചെയ്തിട്ടുണ്ട്. പാത്രത്തിൽ ചൂടായി. അപ്പോൾ ഞാനൊരു തുണി വെച്ച് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൈ പൊള്ളും. അതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ, നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്ത പാത്രത്തിൽ തന്നെ ഒരു 2 കപ്പ്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 125 ml എൻ്റെ കപ്പ്, എൻ്റെ അരക്കപ്പ് കാണാനില്ല. അപ്പോൾ അതിനെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇളക്കുക. ഇളക്കൽ കൈ വിടാണ്ട് ഇളക്കണം കേട്ടോ. പഞ്ചസാര കാരണം പെട്ടെന്ന് കരിയും. തീ കുറച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തീ മീൻസ് മനസ്സിലായില്ലേ, ഫ്ലെയിം. അത് കുറച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൈ വിടാണ്ട് തന്നെ ഇളക്കണം. ടീസ്പൂൺ പിന്നെ ഞാൻ കഴുകേണ്ട മടിക്കേ അതന്നെ എടുത്തു. ഇത്തിരി കൈ പോലെ എന്താ, നമുക്ക് നമ്മുടെ പുഡിങ് റെഡി ആവണ്ടേ. അപ്പോൾ ഈ കട്ടയും കുട്ടയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പഞ്ചസാര കട്ട പിടിച്ചതാണ്. അതിങ്ങനെ നന്നായിട്ട് ഇതായിട്ട് വരുമ്പോഴേ, ചൂടിൽ നന്നായി വരുമ്പോൾ നല്ല കളറായിരിക്കും. നമ്മൾക്ക് ഇത്തിരി ചുവപ്പ് കളർ കൂടിയിട്ടുണ്ട്, പക്ഷേ എയിമായി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇളക്കാം. അപ്പോൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ലിറ്റർ പാല്. അപ്പോൾ ഉച്ചയ്ക്ക് അച്ഛൻ കൊണ്ടുവന്ന പാലായിരുന്നു. ഞാൻ അതിനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ അതിലേക്ക് 1/2 ലിറ്റർ പാലെടുത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവരുത്. ഇവിടെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, അമ്മ തേനല്ല, അത് നമ്മുടെ കാരമലൈസ് ചെയ്ത പഞ്ചസാര പാല് വീണപ്പോൾ കട്ട പിടിച്ചതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ ഫ്ലെയിം ഉണ്ടല്ലോ, ഫ്ലെയിമിൽ ഈ പാലും ഈ പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉരുകി സിങ്കായി ചേർന്ന് കെട്ടിപ്പിടിച്ചിരുന്നോളും. ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണ്? അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് എന്താ പറയുക, ചൂട് തട്ടുമ്പോൾ അത് മെൽറ്റായി പോയിക്കൊള്ളുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി വലിയൊരു ടീസ്പൂണാ തവിയാ എന്തെങ്കിലും എടുക്കുക. ഞാൻ കഴുകേണ്ട മടിക്കാണ് ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. തീ കൂട്ടി വയ്ക്കേണ്ട കേട്ടോ, പാലെങ്ങാനും തിളച്ച് പോകും. പിന്നെ നമുക്ക് ഇത്തിരി ഉപ്പ് മതി. ഞാൻ എടുത്തപ്പോൾ ഇത്തിരി കൂടിപ്പോയി, ബാക്കി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പിടാം. എന്നിട്ട് നേരെ നമുക്ക് അതിനെ നന്നായിട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട്. പാൽ ചായ ഒന്നല്ല കേട്ടോ, ഞാനത് ആ പാത്രത്തിൽ നിന്നൊരു കപ്പിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പാൽ ചായ എന്ന് വെച്ചിട്ട് കുടിക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ കുടിക്കില്ല. നമ്മൾ സാധനം വെച്ചിട്ട് എങ്ങനെയും പോയിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഇട്ട് കുടിക്കും, തൊള്ളപ്പൊള്ളും. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുത്തുള്ളത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കുറച്ച് നേരത്തെ നമ്മളതിനെ ഒരു റൂം ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കി വയ്ക്കുക. എന്നിട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എൻ്റെ പാത്രത്തിൻ്റെ കളർ നിങ്ങൾ നോക്കണ്ട, അത് കുറേ നാളായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പാത്രം കേട്ടോ. അത് കാരണം അതിൻ്റെ ഒരു കളർ അങ്ങനെ കൊക്കോ പൗഡറൊക്കെ പോയിട്ട് ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ അങ്ങനെ ആയതാണ്. അപ്പോൾ 4 മുട്ടനെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരെ അടിച്ച് പരത്തണം. അടിച്ച് പരത്താൻ ഞാനിപ്പോൾ എന്ത് ചെയ്യണേ, അതിന് മുന്നേ നമുക്ക് വാനില എസൻസ് ഒഴിക്കണം കേട്ടോ. അത് ഈ മുട്ടയുടെ മണം പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് അരഞ്ചോ പുറഞ്ചം എടുത്തൊഴിക്കുക. അത് ഒഴിക്കണ്ട കേട്ടോ, കൈപ്രസം വരും. അപ്പോൾ ഞാനിവിടെ 2 മൂടി, 4 മുട്ടയിൽ എടുത്തുള്ളേ, ഒരു 2 മൂടി കിടന്നോട്ടെ, ഒരു ഭംഗിയല്ലേ. പിന്നെ നോക്കിയാൽ വിസ്ക്, പണ്ടെങ്ങാനോ കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ആക്രാന്തം പിടിച്ച് മേടിച്ചതാട്ടാ. കേക്കിൻ്റെ ഐറ്റംസൊക്കെ അട്ടത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കത് പ്രയോജനം വന്നു, വിസ്ക്. അപ്പോൾ ആ വിസ്കിനെ ഞാൻ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് പതപ്പിക്കുക, മുട്ടനെ അങ്ങോട്ട് പതപ്പിക്കുക. സോപ്പിട്ട് പതപ്പിക്കുന്ന അങ്ങോട്ട് പോലെ പതപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. വല്ലാണ്ട് പതപ്പിക്കേണ്ട. നമ്മളെ നേരത്തെ നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, ചൂടുണ്ട് കേട്ടോ, ചൂടാറണ്ട, വല്ലാണ്ട് ചൂടാറൊന്നും വേണ്ട. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട വേണ്ടിയിരുന്നാൽ മതി, അത്രയും തിളച്ചത് അങ്ങോട്ട് ഒഴിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നീക്കി വെച്ചില്ലേ, ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് കലക്കി വരുമ്പോഴേക്കും അതിൻ്റെ ഇത്തിരി ചൂട് മാറിയിട്ടുണ്ടാവും ആ കാരമൽ ചെയ്ത പാല്. അപ്പോൾ ഇത്തിരിച്ച് ഒഴിച്ച് അങ്ങോട്ട് പതപ്പിക്കുക, അടിച്ചങ്ങോട്ട് പതപ്പിക്കുക. കണ്ടില്ലേ, ഏതോ ഒരു ചായക്കടയിൽ നിന്ന ഫീലൊക്കെ തോന്നി എനിക്ക്. അതിൻ്റെ ഒരു ഇത് ബെസ്റ്റ് മണമായിരുന്നു കേട്ടോ, അടിപൊളി സ്മെല്ലായിരുന്നു. അപ്പോൾ നന്നായി അങ്ങോട്ട് കൈ വിടാണ്ട് അങ്ങോട്ട് ഇളക്കുക. ഇപ്പോൾ എനിക്ക് ക്യാമറാമാൻ ജോലിക്ക് കൊടുക്കായിരുന്നു, അത് കാരണം ക്യാമറ വിത്ത് അസിസ്റ്റൻറ്റും എല്ലാതും ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് ഒഴിച്ച് ഇളക്കാം, പതപ്പിച്ച് അങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ കൈ വിടാണ്ട് അങ്ങോട്ട് പതപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. സംഭവം നല്ല ചൂടുള്ളതല്ലേ, നമ്മുടെ മുട്ട ഉള്ള കാരണം മുട്ട ചിലപ്പോൾ ബുൾസൈ ആവാനുള്ള സാധ്യതയുണ്ട്. അതിന് ഈ കൈ വിടാണ്ട് ഇളക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കിയേ, ഇളക്കി എനിക്ക് ആവേശം മൂത്തു. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പിന്നെ വിചാരിച്ചു വിസ്ക് എടുത്തിട്ട് അങ്ങോട്ട് വിസ്ക് അല്ലല്ലോ, അതിനെന്താ പേര് പറയുമല്ലോ നമ്മൾ, ബീറ്റർ. ആ ബീറ്റർ ഇട്ട് കളിക്കുമല്ലോ എന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു ഞാൻ. അപ്പോൾ നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക. മതി. ഇപ്പോൾ ചൂടൊക്കെ വരുന്നുണ്ട് കേട്ടോ, ചൂടാറണ്ട, ഇനി വല്ലാണ്ട് ചൂടാറണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചൂട് വേണം നമ്മുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. വെള്ളം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ വക കോടാലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, മീൻസ് നമ്മുടെ ചോറ് വയ്ക്കില്ലേ, അരിപ്പകലത്തിൻ്റെ അടിയിൽ വയ്ക്കുന്ന വട്ടാണത്. അപ്പോൾ അതിനെ എനിക്കിപ്പോൾ പ്രയോജനം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത പാത്രമില്ലേ നമ്മുടെ കേക്കിൻ്റെ ട്രേ, അതിലേക്ക് നമ്മൾ നേരത്തെ പതപ്പിച്ച് ചൂടാറിയിട്ടില്ല കേട്ടോ, ചൂടാക്കി പതപ്പിച്ച അതിനങ്ങോട്ട് വീത്തി അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പാത്രത്തിൽ ബാലൻസ് ഒന്നും വെക്കേണ്ട, മാക്സിമം അങ്ങോട്ട് വടിച്ചങ്ങോട്ട് ഒഴിക്കുക. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ടാപ്പ് ഒന്നും വേണ്ട, എനിക്ക് ആദ്യം കേക്കിന് ഉണ്ടാക്കണമെന്ന് വെച്ച് ഞാൻ ടാപ്പ് ചെയ്യാൻ പോയി. അങ്ങനെ ടാപ്പ് ചെയ്ത് എൻ്റെ മോന്തേമ്മൽ ഇപ്പോൾ നല്ല പുള്ളിയും കുത്തൊക്കെ വന്നേനെ, ചൂടുള്ള സാധനമല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഇഡ്ഡലി ചെമ്പിൻ്റെ ഓട്ട സാധനം വെക്കാം, ആ ഓട്ടയിലിരുന്നിട്ട് അതിൽ മെന്തോളും. അപ്പോൾ ഞാനിവിടെ പകുതി മൂടി വെച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് മൂടി വയ്ക്കരുത്, പകുതി മാത്രം മൂടി വയ്ക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇതിൽ ആവി, നമ്മൾ വെള്ളത്തിലല്ലേ വെച്ചല്ലേ, നീരാവി വീണ്ടും നമ്മളുടെ പുഡിങ്ങിലുമ്മൽ മറ്റേ മഴയത്ത് കാറ് പോകുമ്പോൾ കാറിൻ്റെ മേലെ അങ്ങനെ വെള്ളം വരില്ലേ, അതേപോലെ ആവും. അപ്പോൾ ഒരു എയിം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ പാത്രം ഇഡ്ഡലി ചെമ്പിൻ്റെ മൂടി നമ്മൾ പകുതി വരെ മൂടി വെച്ചാൽ മതി കേട്ടോ. ഇനി അങ്ങോട്ട് വെട്ടി തിളക്കട്ടെ അങ്ങോട്ട്. ഇനിയാണ് നമുക്ക് റെസ്റ്റ് ഒന്നും ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു, ഞാൻ ഫസ്റ്റ് ടൈമല്ലേ ഉണ്ടാക്കണേ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തുറന്ന് നോക്കലായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തുറന്ന് നോക്കാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നീരാവി കംപ്ലീറ്റ് ഇതിൽ വീഴും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ്സുമ്മൽ വെള്ളം വീണ പോലെ വൈപ്പർ ഇല്ല, നമ്മുടെ കൈ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി മൂടി വയ്ക്കുക, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ. നിങ്ങൾക്ക് ഇനി ടെൻഷൻ ആച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നൊരു വിഷമം വേണ്ട. ഞാനിത് തൊട്ടൊക്കെ നോക്കിയപ്പോൾ ഈശ്വര വെന്തില്ലേ എന്നൊക്കെ വിചാരിച്ചു. സംഭവം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് പോരുന്നുണ്ട്, പക്ഷേ സെൻറ്റർ ഗുളു പോലെ നിൽക്കണു. അപ്പോൾ ഞാൻ വെച്ച് വെന്തില്ലേ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊക്കെ വിളിച്ച് ചോദിച്ചു, ഞാൻ ആദ്യമായിട്ടല്ല ഈ മാതിരി പരീക്ഷണത്തിന് നടക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി, റെഡിയാണ്, സംഭവം ഓക്കെ ആയിട്ടുണ്ട്, ഇത്ര ഗുളു വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനക്കേടിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ നീക്കി വെച്ചു, കംപ്ലീറ്റ് ഞാൻ അടച്ചങ്ങോട്ട് ഭദ്രമാക്കി അങ്ങോട്ട് വെച്ചു ഇഡ്ഡലി ചെമ്പിനെ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ നോക്കി, അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, സംഭവം വെന്തുണ്ട്. ഇനി നമുക്കുള്ള ടാസ്ക് എന്താണെന്നറിയോ, ഇതിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കിട്ടൂല, നല്ല തിളച്ചതല്ലേ. എൻ്റെ കയ്യിൽ മറ്റേ കൈമടണ ഗ്ലൗസ് ഒന്നുമില്ല. അപ്പം ഞാൻ അതുവരെ അതിനെ തണക്കാൻ വേണ്ടി വെച്ചു. ഇങ്ങനെ എന്താ പറയുക,
തണുക്കാൻ വേണ്ടി കാത്തിരിക്കാമെന്ന് പറയില്ലേ, അത് വല്ലാത്തൊരു ടാസ്ക് ആട്ടാ. അത്ര നേരം എന്തായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ആക്രാന്തം, വെറും ആക്രാന്തം. അപ്പോൾ എൻ്റെ മക്കളും മോനോടി വന്നു. അവൻ പറഞ്ഞു അമ്മ എനിക്ക് കേക്ക് വേണമെന്ന്. അപ്പോൾ എന്തായാലും പിള്ളേരെ ഇഷ്ടമല്ലേ, അപ്പോൾ ഇനി നമുക്ക് അതിനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കൊടുക്കാം. എന്തായാലും വെവ്വോളം കാത്തു, ഇനി എന്താ 6ഓളമല്ലേ കാക്കണ്ടുള്ളൂ. ആക്രാന്തം കൂടി പോയിട്ട് എൻ്റെ കയ്യമ്മലും കൊണ്ടുപോയിട്ട് ഒരു കുത്തി. എന്തൊക്കെയായാലും നമ്മുടെ പുഡിങ്ങിനെ നമുക്ക് തിരിച്ചിടാം. കുഞ്ഞാരി മാമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐശ്വര്യമായിട്ട് മാമൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്തു. കേട്ടാ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ലേ. എങ്ങനെയൊക്കെയാണ് അപ്പോൾ തട്ടിയും കുട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കി നിങ്ങളപ്പോൾ അടിപൊളി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് സക്സസ് ആയിട്ട് വരുന്നത്. ഞാൻ കുറച്ച് ഇതൊക്കെ നോക്കി കുറേ പേരോടൊക്കെ ചോദിച്ചു. അപ്പോൾ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റേതായ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഞാൻ ഉറച്ചു നിന്നങ്ങോട്ട് ചെയ്ത ഒരു പരിപാടിയായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്കിവിടെ അടിപൊളി സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നോക്കി കാണുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ യൂട്യൂബ് നോക്കി കാണുക കേട്ടോ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. തിന്നാനും അടിപൊളി, കാണാനും അടിപൊളി, നല്ല ഗുളുഗുളു. എനിക്കിഷ്ടമായ ഗുളുഗുളു കണ്ടാ, ഓടി കളിക്കുന്ന ഗുളുഗുളു. എന്ത് ഭംഗിയാലേ. ഞാൻ ഉണ്ടാക്കിയ സാധനത്തിന് ഞാൻ തന്നെ പൊക്കി പറയുന്നു. എനിക്ക് ഒരാളുടെയും ഇത് വേണ്ട, ഞാൻ തന്നെ പൊക്കാൻ ആളുണ്ട്. ഇല്ലേട്ടാ, അങ്ങനെയില്ല, നിങ്ങൾ തന്നെ പൊക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ പുഡിങ്, കാരമൽ പുഡിങ്, പഞ്ചസാര പുഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, കണ്ടില്ലേ. കുട്ടിപ്പട്ടാളങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഞാൻ അടപ്പത്ത് വെച്ചപ്പോൾ തുടങ്ങിയിട്ട് വന്നിട്ടുള്ള കേട്ടോ. തിന്നുമ്മയ്ക്ക് മൂപ്പർക്ക് എന്താ പറയുക, സൂപ്പർ എന്ന് പറയാൻ പറ്റുന്നില്ല, അത്രയും ടേസ്റ്റ്. അതിലലിഞ്ഞു പോയി, ഞാനും കുറേ കഴിച്ചു. ഷുഗർ വരാണ്ടിരുന്നാൽ മതി. ഇതധികം ഷുഗറുള്ള ആൾക്കാരൊന്നും കഴിക്കണ്ട കേട്ടോ, പണി കിട്ടും. പിന്നെ പഞ്ചസാര കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ പിന്നെ പുഡിങ് എന്ന് പറയാനും പറ്റില്ല. മധുരമാണ് അതിൻ്റെ മെയിൻ ഫസ്റ്റിലെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, താരം. അപ്പോൾ നോക്കി, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ അതിനെ അറിഞ്ഞൊക്കെ വെട്ടി നുറുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യട്ടാ.